ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലണ്ടൻ ബ്രോഡ് ഏറ്റവും മുതലോട്ട് സ്വാഗതം. യു കെയിൽ ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഈ ഒരു ജൂലൈ 2025 മുതൽ ഇപ്പോൾ സെപ്റ്റംബർ വരേക്കുള്ള കാലയളവിൽ ഏകദേശം 5.0% ആണ് യു കെ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മളെപ്പോലുള്ള മലയാളി പ്രവാസികൾ ഞെട്ടിപ്പിക്കുന്ന ഒരു നിരക്ക് തന്നെയാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് വർദ്ധിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം യു കെ അടുത്ത തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം 4.8% ആയിരുന്നു അത് ഇപ്പോൾ 5.0% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട തൊഴിൽ കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് യു കെ എന്ന് പറയുന്നത്. അപ്പോൾ യു കെയിൽ ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുന്നതിനെ പിന്നിലുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ മലയാളി പ്രവാസികൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ, ഇനി യു കെയിലോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യു കെ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കമ്പനികൾ പുതിയ തൊഴിലാളികളെ പിരിച്ചുവിടുകയും അതേപോലെ തന്നെ വിസ റിന്യൂ ചെയ്യാൻ മടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അടുത്ത ഈയിടെ യു കെയിലെത്തിയ മലയാളി സമൂഹം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നത് ഒരു വെല്ലുവിളിയായിട്ട് മുന്നിൽ തന്നെയുണ്ട്. യു കെയിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഈ ഒരു കണക്ക് പുറത്തുവിടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൊഴിലില്ലായ്മ രൂക്ഷമാകാനും അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിലെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഉയർന്ന പലിശ നിരക്കും അതേപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ സേവന മേഖലയിലൊക്കെ കമ്പനികൾ ഈ പറഞ്ഞ നിയമനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതും ഈ ഒരു പ്രധാനപ്പെട്ട കാരണം. തൊഴിൽ വിപണി ദുർബലമാവുകയാണ് എന്ന് തന്നെയാണ് ഈ സൂചികകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യു കെയിൽ കുടുംബമായി താമസിക്കുന്ന ആയിരക്കണക്കിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. സത്യത്തിൽ നമ്മളെപ്പോലെയുള്ള മലയാളികളുടെ ജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ റെൻ്റ് അടയ്ക്കാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നാട്ടിൽ പല യു കെയിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും വിചാരം ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ലക്ഷങ്ങൾ തന്നെയാണ് സമ്പാദിക്കുന്നുണ്ടാവുക. അതേപോലെയുള്ള ചെലവുകളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ ഇരട്ടി ചെലവുകളാണ് യു കെ പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടാക്സ് എന്ന് പറയുന്നത് 20% ടാക്സ് ആണ്. അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും വിചാരിക്കാത്തത്ര ചെലവുകളും കാര്യങ്ങളൊക്കെയാണ്. പ്രധാനമായിട്ട് 3 വഴികളിലൂടെയൊക്കെയാണ് ഈ തൊഴിൽ പ്രതിസന്ധി മലയാളി പ്രവാസികളെ ബാധിക്കുക. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ആശ്രിതർക്ക് തൊഴിൽ കണ്ടെത്താനും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരും. പ്രധാനമായിട്ടും ഇത്തരം ഡിപ്പെൻഡൻസിൽ വന്ന ആൾക്കാർ ഹോസ്പിറ്റാലിറ്റി ജോലികൾ, ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്ന, ഡ്രൈവിംഗ് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു തൊഴിൽ ക്ഷാമം ബാധിക്കും. തൊഴിൽ മേഖലയിൽ വൻ രീതിയിലുള്ള ഒരു മത്സരം ഉള്ളതിനാൽ തന്നെ ഇത്തരം ആൾക്കാർക്ക് തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്തതും ഒരു പ്രശ്നം തന്നെയാണ്. ഇത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാരം കുത്തനെ വർദ്ധിപ്പിക്കുകയാണ്. കാരണം വീട്ടിലെ ചെലവുകൾ, നാട്ടിലോട്ട് അയച്ചു കൊടുക്കേണ്ട ചെലവുകൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സുകൾ ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും ഏറെക്കുറെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇത്തരം കുടുംബങ്ങൾ കടന്നു പോകുക. രണ്ടാമത്തത് വിസ പുതുക്കുന്നതിനുള്ള വെല്ലുവിളിയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന നിയമം അനുസരിച്ച് വിസ സ്വിച്ച് ചെയ്യാനും വിസ റിന്യൂ ചെയ്യുന്നതിനൊക്കെ വെല്ലുവിളി തന്നെയാണ്. 41,700 പൗണ്ട് ത്രഷ് ഹോൾഡ് പലതിനും പ്രഖ്യാപിച്ചിട്ടുള്ളുണ്ട്. അപ്പോൾ ഗോയിങ് റേറ്റ്, ഓൺ റേറ്റും പല കാര്യങ്ങളും ഇതിലൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും എമൗണ്ട് ത്രഷ് ഹോൾഡ് കണ്ടെത്താൻ കഴിയാത്ത പല സ്ഥാപനങ്ങളും തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. വിസ പുതുക്കാൻ കഴിയാതെ പലരും നെട്ടോട്ടം ഓടുകയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പല ആൾക്കാരും നാട്ടിലൊക്കെ വന്നിട്ട് നാട്ടിൽ നിന്ന് ലക്ഷങ്ങളൊക്കെ ചിലവഴിച്ച് ഇവിടെ വന്ന് ഫാമിലിയോടെ ഇവിടെ വന്ന് ജോലി തേടി വിസ ലഭിച്ച് കഴിയുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒന്ന് പച്ചപ്പിലോട്ട് വന്ന്, അതായത് കടക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു വിസ റിന്യൂവൽ ടൈം ആവുന്നത്. ഈ വിസ റിന്യൂവലിൽ വന്ന രൂക്ഷമായിട്ടുള്ള നിയമമാറ്റം, കർക്കശമായിട്ടുള്ള നിയമമാറ്റം ഇത്തരക്കാരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബാധിക്കും. സത്യം പറഞ്ഞാൽ എന്താണ്, പല ആൾക്കാരും നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻബോക്സിലൊക്കെ ആയിട്ട് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ കെയർ വിസ പുതുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് സത്യം പറഞ്ഞത്. കാരണം നമുക്കും ഒരു അരക്ഷിതാവസ്ഥയാണ്. എന്താണ് ഇനി അടുത്തത് ഗവൺമെൻറ് തീരുമാനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്നുള്ളത്. നിലവിലെ ശമ്പളം ഈ ഒരു 41,700 ഈ ത്രഷോൾഡിന് അത്രയില്ലാത്ത എത്രയോ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശമ്പള പരിധി ഉയർത്താനും സാധിക്കില്ല, ജോലി മാറാനും സാധിക്കാത്ത സിറ്റുവേഷനായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 2 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പോൾ അവർ 2 മാസത്തിനുള്ളിൽ അവർക്ക് വിസ കൊടുക്കാമെന്ന് കെയർ ഹോമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് കിട്ടാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇനി FLR മറ്റോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ് എന്നാണ് എനിക്കതിനുള്ളൊരു ആൻസർ പറയാൻ സാധിക്കുക. കാരണം യെസും നോയും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ 2 മാസമേ ഒരു ടൈമുള്ളൂ എന്ന് പറയും. 3 മാസമെങ്കിലും നമുക്ക് സ്പോൺസറിൽ നിന്നും നമുക്ക് ഏത് കെയർ ഹോമിലാണോ വർക്ക് ചെയ്യുന്നത് ആ കെയർ ഹോമിൻ്റെ സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനും റിസ്ക്കുമായി കൂടിക്കുഴഞ്ഞ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇംഗ്ലണ്ടിലാണ് ഇത്ര സ്ട്രിക്റ്റ് കിട്ടും. ഈ നിയമങ്ങളൊന്നും വെയിൽസിലോ നോർത്തേൺ അയർലൻഡിലോ ഒന്നും ഇത്രത്തോളം, സ്കോട്ട്ലാൻഡോ ഒന്നും ഇത്രത്തോളം സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല. അപ്പം നിങ്ങൾ ഇത്തരക്കാർ ദയവ് ഇത് നോർത്തേൺ അയർലൻഡിലോ മറ്റൊന്ന് ശ്രമിച്ച് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. കെയർ വിസയൊക്കെ പലപ്പോഴും ഇതേപോലെ ഇത്രത്തോളം സ്ട്രിക്റ്റായിട്ട് ഉള്ള നിയമങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് നിയമങ്ങൾ സ്ട്രിക്റ്റ് തന്നെയാണ്, പക്ഷേ ഇത്രയും സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. മൂന്നാമതായിട്ട് വിദ്യാർത്ഥി വിസയിലെത്തിയവരെ ഭാവിയാണ്. സ്റ്റുഡൻറ്റ് വിസയിലേക്ക് എത്തിയ ആൾക്കാരുടെ ഭാവിയെക്കുറിച്ചൊരു ആശങ്ക തന്നെയാണ്. PSW പീരീഡ് 2027 ജനുവരി ഇൻടെക്കിൽ വരുന്നവർക്ക് 18 മാസമായിട്ട് കുറച്ചിരിക്കുകയാണ്. അതായത് 1.5 വർഷമാക്കി. മുൻപ് 2 വർഷമായിരുന്നു, അത് 1.5 വർഷമായി കുറച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു പുതിയ ജോലി കണ്ടെത്തണം. ആ ജോലി സ്പോൺഷിപ്പ് വിസയിലുള്ള ജോലി കണ്ടെത്തണം. തലവേദനയാണ്. അതും ഈ കണ്ടെത്തുന്ന ജോലി ത്രെഷോൾഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ത്രെഷോൾഡുമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജോലി കണ്ടെത്തുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികേറ മലയാണ്. ചില ആൾക്കാർക്ക് കിട്ടും, ചില ആൾക്ക് കിട്ടില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഗ്രാജുവേറ്റ് ലെവൽ വിസ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തലകീഴായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ UK നിലനിൽക്കും. പിന്നെയുള്ളൊരു 4ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുള്ളതാണ്. ഈ ഒരു തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ക്യാഷ് ഉണ്ടാവില്ല, കടം വീട്ടണം, അതിനുള്ള ക്യാഷ് ഉണ്ടാവില്ല, ലോൺ അടയ്ക്കാനുണ്ടാവും, റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനുണ്ടാവും, ഭക്ഷണം കഴിക്കണം. ഇതിനിടയിൽ കൂടെയൊക്കെ മാനസിക ആഘാതങ്ങൾ, ഓരോ കാര്യങ്ങൾ, കല്യാണം അല്ലെങ്കിൽ വീട് പണി, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ നിന്ന് ക്യാഷ് ചോദിക്കും. അപ്പോൾ നാട്ടിൽ ക്യാഷ് അയച്ചു കൊടുക്കാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇനിയിപ്പോൾ നാട്ടിൽ ക്യാഷ് അയച്ചു കൊടുക്കേണ്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ തന്നെ മറ്റു കാര്യങ്ങൾ ആലോചിച്ചിട്ട് ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാട് കയറിയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ UK ഈ തൊഴിലാളി സമൂഹത്തെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. UK കോസ്റ്റ് ഓഫ് ലിവിങ് താങ്ങാൻ കഴിയാതെ പല ജനങ്ങളും, പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ നല്ലൊരു കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്, നല്ല ചിലവാണ്. അവ താങ്ങാൻ കഴിയാതെ പലരും നെട്ടോട്ട് മൂടുന്നൊരു സിറ്റുവേഷൻ. മാസങ്ങളാണ് കാത്തിരുന്നൊരു ജോലി ലഭിക്കാത്ത പല ദമ്പതികൾക്കിടയിലും അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടാം, പ്രശ്നങ്ങളുണ്ടാകാം. ഇതെല്ലാം ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. പക്ഷേ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. UK സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നവരേക്കും തൊഴിൽ മേഖലയിൽ ഒരു മാന്ദ്യം തുടരാൻ തന്നെയാണ് സാധ്യത. അതേസമയം UK ഇപ്പോൾ വിസ നിയമങ്ങൾ, ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നത് എത്രത്തോളം ഈ ഒരു മാന്ദ്യം മാറും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിലവിൽ പോകുന്നത്. അതായത് ഇപ്പോൾ അടുത്ത കാലത്തെങ്ങനെ UK വരെ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുനഃചിന്തന ചെയ്ത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾ എല്ലാം പഠിച്ച് ചെയ്യുക. എന്ത് ജോബ് ഓഫർ വന്നാലും നിങ്ങൾ കണ്ണടച്ച് ഓക്കെ പറയാതെ ഹോം ഓഫീസിലൊക്കെ പോയിട്ട് UK ഹോം ഓഫീസിൻ്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോബ് ഓഫീസിൽ ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൽഡ് വർക്കർ വിസ ലിസ്റ്റിലുള്ള ജോബാണോ, അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. UK ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കി വെക്കുക. UK പൊളിറ്റിക്കലായിട്ടുള്ള സാമൂഹിക മേഖലയിൽ കൊണ്ട് അവിടെ മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതും അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് കിട്ടുന്ന ജോലി എന്താണെങ്കിലും അത് ചെയ്യുക, അതിൽ സ്കില്ല് ഏൺ ചെയ്യുക. അതേമാതിരി തന്നെ മാക്സിമം ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മുടെ കൗൺസിലിൽ നമ്മൾ ജോബ് ഇല്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന സംഘടനകളുണ്ട്, കൗൺസിൽ ജോബ് സംഘടനകളൊക്കെ ഉണ്ട്. അതത് കൗൺസിലിൻ്റെ അണ്ടറിൽ ചില നമ്മൾ ജോബ് പോർട്ടൽ പോലെയുള്ള ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഓഫീസുകളൊക്കെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അഭ്യർത്ഥിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. അപ്പോൾ UK ഇപ്പോൾ ഇത്രയും ക്ഷാമം വർദ്ധിച്ചു വന്നൊരു സാഹചര്യം തന്നെയാണ്. ഒരു വീഡിയോ ഒക്കെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. ഇൻഫോർമേറ്റീവ് തോന്നുവാണെങ്കിൽ പതിപോലെ ലൈക്ക് ചെയ്യാനും വിട്ടുവരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.